ഇന്ത്യയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു കോമ്പറ്റീറ്റീവ് എക്സാമാണ് നീറ്റ്. കറൻ്റിലി 2024 നീറ്റിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നീറ്റ് 2024 റിസൾട്ട് അനൗൺസ് ചെയ്യേണ്ടായി. സോ കറൻ്റിലി ടോട്ടലായിട്ട് 13,16,268 വിദ്യാർത്ഥികളാണ് നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ളത്. സോ നീറ്റിൻ്റെ എക്സാമിനേഷൻ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളുടെയും വലിയൊരു ഡൗട്ടായിരിക്കും, നമ്മൾ എത്ര മാർക്ക് മേടിച്ചാലാണ് ക്വാളിഫൈഡ് ആവുക, ഇല്ലെങ്കിൽ നമുക്കൊരു ഗവൺമെൻറ് സീറ്റ് കിട്ടാനായിട്ട് നമുക്ക് എത്ര മാർക്ക് വേണം എന്നൊരു ഡൗട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ടാവും. നീറ്റിൻ്റെ റിസൾട്ടിനെ സംബന്ധിച്ചിട്ട് നമുക്ക് 3 കാറ്റഗറിയിലാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ജനറൽ കാറ്റഗറി വിഭാഗമാണ്. ജനറൽ കാറ്റഗറി വിഭാഗത്തിൽ EWS എന്ന് പറയുന്ന വിഭാഗവും അത് കൂടാണ്ട് NRI കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികളും ജനറൽ കാറ്റഗറിയിലാണ് വരുന്നത്. സോ ജനറൽ കാറ്റഗറി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ 2024 നീറ്റിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 164 മാർക്കാണ്. അതായത് 164 മാർക്കാണ് 50th പെർസെൻറ്റൈൽ സ്കോറായിട്ട് ഇത്തവണ ഫിക്സ് ചെയ്തിട്ടുള്ളത്. സോ 164 മാർക്കിന് മുകളിൽ മേടിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ ജനറൽ കാറ്റഗറി വിഭാഗത്തിലാണ് എങ്കിൽ അവർ നീറ്റ് ക്വാളിഫൈഡ് ആണ്. അവർക്ക് ഇന്ത്യയിൽ നീറ്റിൻ്റെ അണ്ടറിലുള്ള കോഴ്സസിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അത് കൂടാണ്ട് വിദേശത്ത് പോയിട്ട് അവർക്ക് MBBS അല്ലെങ്കിൽ നീറ്റ് ആവശ്യമുള്ള ഏതെങ്കിലും കോഴ്സുകൾ അവർക്ക് വിദേശത്ത് ചെയ്യേണ്ടതുണ്ട് എങ്കിലും ഈ ഒരു സ്കോറിന് മുകളിലാണെങ്കിൽ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ വിഭാഗത്തിൽ വരുന്നത് ജനറൽ കാറ്റഗറിയിലോ അല്ലെങ്കിൽ EWS കാറ്റഗറിയിലോ വരുന്ന ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണ്. അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 45 പെർസെൻറ്റൈൽ സ്കോറാണ് അവർക്ക് വേണ്ടത്. ഈ വർഷത്തെ 45th പെർസെൻറ്റൈൽ എന്ന് പറയുന്നത് 146 മാർക്കാണ്. സോ 146 മാർക്കോ അല്ലെങ്കിൽ അതിന് മുകളിലോ മേടിച്ചിട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അവർ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. ദെൻ ജനറൽ കാറ്റഗറിയിലോ അല്ലെങ്കിൽ EWS വിഭാഗത്തിലോ വരുന്നതാണ് എങ്കിൽ അവർ ക്വാളിഫൈഡ് ആണ്. ഇനി നമുക്ക് വരുന്ന മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ OBC SC/ST വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികളാണ്. OBC SC/ST വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ട സ്കോർ എന്ന് പറഞ്ഞാൽ 40 പെർസെൻറ്റൈൽ സ്കോറാണ് OBC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടത്. സോ ഇത്തവണത്തെ സ്കോർ എന്ന് പറയുന്നത് 129 മാർക്കാണ് 40 പെർസെൻറ്റൈൽ സ്കോർ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത്തവണ നമ്മുടെ കട്ട് ഓഫ് മാർക്ക് കുറച്ച് കൂടുതലാണ്. കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 20 മുതൽ 25 മാർക്കിൻ്റെയൊക്കെ ഡിഫറൻസ് എല്ലാ കാറ്റഗറിയിലും വന്നിട്ടുണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ ഇത്തവണ അറ്റൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണവും ലാസ്റ്റ് ഇയറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ്. സോ നമുക്ക് 50 പെർസെൻറ്റൈൽ 164 ആണ്, 45th പെർസെൻറ്റൈൽ എന്ന് പറഞ്ഞാൽ 146 ആണ്, ദെൻ 40 പെർസെൻറ്റൈൽ എന്ന് പറയുന്നത് 129 മാർക്കാണ്. ഈ ഒരു മാർക്ക് മേടിച്ചു എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള ഗവൺമെൻറ് കോളേജസിൽ അഡ്മിഷൻ കിട്ടുമെന്നതല്ല മീനിങ്. ഈ ഒരു മാർക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ നീറ്റിൻ്റെ അണ്ടറിലുള്ള കോഴ്സസിന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനും കൗൺസിലിംഗ് പ്രൊസീജിയറിൽ പങ്കെടുക്കാനായിട്ടും സാധിക്കും. ഇനി നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജസിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടണമെങ്കിൽ നല്ല മാർക്ക് വേണം. മെറിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നീറ്റിൻ്റെ അണ്ടറിലുള്ള എല്ലാ കോഴ്സസിൻ്റെയും അഡ്മിഷൻ നടക്കുന്നത്. സോ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഓരോ കോഴ്സസിനും ഗവൺമെൻറ്റിൽ നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ എത്ര സ്കോർ ഉണ്ടെങ്കിലായിരിക്കും നമുക്ക് പോസിബിൾ ആവുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. സോ അത്തരത്തിലുള്ള വീഡിയോസ് വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.